നമസ്കാരം. നമ്മുടെ ലോകം ഓരോ ദിവസവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. എന്താണ് AI? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന് എന്താണ് ഇത്ര പ്രസക്തി? ഒരുപക്ഷെ നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ടാകാം. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടെത്തുന്നതിനും നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ നിർദ്ദേശിക്കുന്നതിനും AI തന്നെയാണ്. ഒരു ബാങ്കിൽ നിന്ന് വരുന്ന തട്ടിപ്പ് കോളുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതും ഒരു രോഗിയുടെ സ്കാൻ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്ത് ഡോക്ടർക്ക് വേഗത്തിൽ രോഗനിർണയം നടത്താൻ സഹായിക്കുന്നതും AI തന്നെയാണ്. സ്വാഗതം എല്ലാവർക്കും മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി എന്താണ് ഈ AI എന്ന് ലളിതമായി പറഞ്ഞാൽ, മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ള യന്ത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് AI. നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ കമ്പ്യൂട്ടറുകളെ വിവരങ്ങൾ നൽകി പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചെടുത്ത വിവരങ്ങൾ വെച്ച് അത് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇതൊരു സങ്കല്പമല്ല, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. AI ഇല്ലാത്ത ഒരു ലോകം ഇനി സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ AI എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലാക്കാതെ പോകുന്നത് ഇന്റർനെറ്റ് വന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിയാതെ പോയതിന് തുല്യമാണ്. പുതിയ തൊഴിലവസരങ്ങൾ AI സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ചില ജോലികൾ ഇല്ലാതാകാനും സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ AIയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിവുള്ള ഒരു സമൂഹത്തിന് മാത്രമേ അതിനനുസരിച്ച് വളരാൻ സാധിക്കൂ. ഇനി വിവിധ മേഖലകളിൽ AI എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് നോക്കാം. ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, ധനകാര്യം തുടങ്ങി എല്ലാ മേഖലകളിലും AI ഒരു പുതിയ വഴി തുറക്കുന്നു. ആരോഗ്യരംഗത്ത് രോഗനിർണയം നടത്താനും മരുന്നുകൾ കണ്ടെത്താനും AI സഹായിക്കുന്നു. എക്സ്റേ, CT സ്കാൻ പോലുള്ളവ പരിശോധിക്കുന്നതിൽ AIക്ക് മനുഷ്യനേക്കാൾ വേഗത്തിൽ കൃത്യതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ വിദ്യാർത്ഥികളുടെയും പഠന രീതിക്കനുസരിച്ച് പാഠ്യപദ്ധതി തയ്യാറാക്കാൻ AIക്ക് കഴിയും. ഒരു വിദ്യാർത്ഥിക്ക് ഏത് വിഷയത്തിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് എന്ന് മനസ്സിലാക്കി സഹായിക്കാൻ AIക്ക് സാധിക്കും. സ്വയം ഓടുന്ന കാറുകൾ AIയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. അപകടങ്ങൾ കുറയ്ക്കുന്നതിനും യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. വ്യവസായ മേഖലയിൽ ഉൽപ്പാദനത്തിന്റെ കാര്യക്ഷമത കൂട്ടാനും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും AI സഹായിക്കുന്നു. അതുപോലെ ബാങ്കിംഗ്, ഫിനാൻസിംഗ് രംഗത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ കണ്ടെത്താനും ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും ബാങ്കുകൾ AI ഉപയോഗിക്കുന്നു. AIയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും അധ്യാപകർക്കും അമ്മമാർക്കും ഇത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സംശയങ്ങൾ വരുമ്പോൾ AI ട്യൂട്ടർമാരെ പോലെ സഹായിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാക്കാനും പഠനക്കുറിപ്പുകൾ തയ്യാറാക്കാനും AIയെ ഉപയോഗിക്കാം. ജോലി ചെയ്യുന്നവർക്ക് ആവർത്തന സ്വഭാവമുള്ള ജോലികൾ AIയെ കൊണ്ട് ചെയ്യിപ്പിച്ച് സമയം ലാഭിക്കാം. ഡാറ്റ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ AI ടൂളുകൾ സഹായിക്കും. അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ പുരോഗതി വിലയിരുത്താനും ഓരോരുത്തർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും AIക്ക് സാധിക്കും. പരീക്ഷാ പേപ്പറുകൾ എളുപ്പത്തിൽ മൂല്യനിർണ്ണയം ചെയ്യാനും കൂടുതൽ സമയം കുട്ടികൾക്കായി ചെലവഴിക്കാനും ഇത് സഹായിക്കും. വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പുതിയ റെസിപ്പികൾ കണ്ടെത്താനും പാചകക്കുറിപ്പുകൾ എളുപ്പത്തിൽ തയ്യാറാക്കാനും AI സഹായിക്കും. കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ സഹായിക്കാനും രസകരമായ കഥകൾ പറയാനും AIക്ക് കഴിയും. AIയുടെ വളർച്ച ഇപ്പോഴും അതിൻ്റെ ആദ്യഘട്ടത്തിലാണ്. ഭാവിയിൽ നമ്മൾ സ്വപ്നം കാണാത്ത പല കാര്യങ്ങളും AI യാഥാർത്ഥ്യമാക്കും. വ്യക്തിയുടെ ജനിതഘടനയ്ക്കനുസരിച്ച് ചികിത്സ നൽകാനും ഓരോ വ്യക്തിയുടെയും കഴിവുകൾക്കനുസരിച്ച് പഠനം നടത്താനും AI കൊണ്ട് സാധിക്കും. ഭാവിയിൽ AI മനുഷ്യൻ്റെ ഒരു സഹായിയായിരിക്കും. നമ്മുടെ കഴിവുകൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടാൻ നമ്മളെ അന്ന് AI സഹായിക്കും. AIയുടെ ചരിത്രവും പ്രചോദനങ്ങളും നമുക്കറിയാം. ഈയൊരു സാങ്കേതിക വിദ്യ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിനൊരു നീണ്ട ചരിത്രമുണ്ട്. AI എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് 1986 ഡാർട്ട്മൗത്ത് കോൺഫറൻസിലാണ്. അന്ന് ജോൺ മെക്കാർത്തി എന്ന ശാസ്ത്രജ്ഞനാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. പിന്നീട് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് യന്ത്രങ്ങൾ മനുഷ്യനെ പോലെ ചിന്തിക്കുമോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ട്യൂറിംഗ് ടെസ്റ്റ് രൂപം കൊണ്ടത്. ഒരു യന്ത്രം മനുഷ്യനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കാതെ വരുമ്പോൾ ആ യന്ത്രം ബുദ്ധിപരമായി ചിന്തിക്കുന്നു എന്ന് പറയാമെന്നാണ് അദ്ദേഹം അവിടെ വാദിച്ചത്. ഇത് AI ഗവേഷകർക്ക് വലിയ പ്രചോദനമായി. വർഷങ്ങൾക്കപ്പുറം AI വലിയ മുന്നേറ്റങ്ങൾ നടത്തി. ഉദാഹരണത്തിന് 1997 IBMന്റെ ഡീപ് ബ്ലൂ എന്ന AI കമ്പ്യൂട്ടർ ലോക ചെസ് ചാമ്പ്യനായിരുന്ന ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചു. ഇത് ലോകത്തെ ഞെട്ടിച്ചു. ഒരു യന്ത്രത്തിന് മനുഷ്യനേക്കാൾ മികച്ച രീതിയിൽ തന്ത്രപരമായ കളികൾ കളിക്കാൻ കഴിയുമെന്നതിൻ്റെ തെളിവായിരുന്നു അത്.
2016 ഗൂഗിളിന്റെ ആൽഫാഗോ എന്ന AI ഗോ എന്ന പുരാതനമായ ചൈനീസ് ബോർഡ് ഗെയിമിൽ ലോക ചാമ്പ്യനെ തോൽപ്പിച്ചു. ഇത് ചെസ്സിനേക്കാൾ സങ്കീർണമായ ഒരു കളിയാണ്. മനുഷ്യന്റെ യുക്തിയെ മറികടന്ന് ചിന്തിക്കാൻ AIക്ക് കഴിയുമെന്നതിന്റെ വലിയ ഉദാഹരണങ്ങളായിരുന്നു ഈ വിജയങ്ങൾ. ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് AI ടൂളുകൾ. AI എന്നാൽ വലിയ കോർപ്പറേഷനുകളിലും ശാസ്ത്രജ്ഞർക്കും മാത്രം ഉപയോഗിക്കാനുള്ള ഒന്നല്ല. ഇന്ന് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒട്ടേറെ AI ടൂളുകൾ ലഭ്യമാണ്. ചിലത് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തത് ChatGPT. ഇത് ഏറ്റവും പ്രചാരത്തിലുള്ള AI ടൂളുകളിൽ ഒന്നാണ്. നമ്മൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാനും കവിത എഴുതാനും കഥകൾ പറയാനും ഇമെയിലുകൾ തയ്യാറാക്കാനും കോഡിംഗ് ചെയ്യാനുമൊക്കെ ഇതിന് കഴിയും. ഒരു സഹായിയെ പോലെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു ടൂളാണ് ChatGPT. മറ്റൊരു AI ടൂൾ ഗൂഗിൾ ജെമിനിയാണ്. ChatGPT പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഗൂഗിളിൻ്റെ AI ടൂളാണിത്. ചിത്രങ്ങൾ, ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ എന്നിവയ്ക്കെല്ലാം വിശകലനം ചെയ്ത് മറുപടി നൽകാൻ ഇതിന് കഴിയും. അതുപോലെ നിങ്ങൾ പോസ്റ്റുകളും ഡിസൈനുകളും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ക്യാൻവ എന്ന ആപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ കുറിച്ചോ നിങ്ങൾ കേട്ട് കാണും. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഡിസൈനുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണിത്. ഇതിലെ AI ഫീച്ചറുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കാനും ടെക്സ്റ്റുകൾ നൽകിയാൽ ഡിസൈനുകൾ നിർമ്മിക്കാനും സാധിക്കും. ഇതിനു പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇമേജ് ജനറേറ്ററുകളായ മിഡ്ജേണി, DALL-E, സ്റ്റേബിൾ ഡിഫ്യൂഷൻ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിത്രങ്ങളായി മാറ്റാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു പൂച്ച ബഹിരാകാശത്ത് കസേരയിലിരുന്ന് പുസ്തകം വായിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്താൽ അതേപോലെയുള്ള നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു ചിത്രം AI ഉണ്ടാക്കിത്തരും. മറ്റൊരു ഉദാഹരണം പവർ പോയിന്റ് കോപൈലറ്റ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് മനോഹരമായ പവർ പോയിന്റ് പ്രസന്റേഷനുകൾ തയ്യാറാക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് നമ്മുടെ ജോലി എളുപ്പത്തിലാക്കുന്നു. ഇതൊരു ചെറിയ ലിസ്റ്റ് മാത്രമാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ടൂളുകൾ ഇന്ന് ലഭ്യമാണ്. ഇത് ഉപയോഗിക്കാൻ ഒരു പ്രൊഫഷണൽ ആയിരിക്കേണ്ട ആവശ്യമേ ഇല്ല. വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മാത്രം മതി. ചെറിയ പ്രായത്തിൽ AI പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പണ്ട് കമ്പ്യൂട്ടറുകൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതുപോലെയാണ്. ഇന്ന് AI പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഭാവിയിലെ തൊഴിൽ മേഖലകളിൽ AIക്ക് വലിയ സ്വാധീനമുണ്ടാവും. AIയെക്കുറിച്ച് അറിയാവുന്നവർക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ സാധ്യതകളും പരിഗണനയും ലഭിക്കും. AIയെക്കുറിച്ച് പഠിക്കുന്നത് കുട്ടികളുടെ യുക്തിചിന്തയും പ്രശ്നപരിഹാരത്തിനുള്ള കഴിവും വർദ്ധിപ്പിക്കുന്നു. കുട്ടിക്കാലത്ത് AIയെ പരിചയപ്പെടുന്നത് ഭാവിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അവരെ പ്രചോദിപ്പിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ AIയെ ഒരു വിഷയമായി പഠിക്കുന്നത് കൊണ്ട് അവർക്ക് സാങ്കേതിക വിദ്യയെ ഭയമില്ലാതെ തന്നെ നേരിടാൻ കഴിയും. AIയെ ഒരു ഭീഷണിയായി കാണാതെ ഒരു സഹായിയായി ഉപയോഗിക്കാൻ അവർ പഠിക്കും. AIയെക്കുറിച്ച് മനസ്സിലാകാതെ പോകുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അബദ്ധമാണ്. തൊഴിൽ രംഗത്ത് നമ്മൾ പിന്നോട്ട് പോയേക്കാം. AI ടൂളുകൾ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ സാധ്യതകളുണ്ടാവും. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനസ്സിലാക്കാതെ പോയാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയേക്കാം. ചുറ്റും നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയാതെ പോകുന്നത് നമ്മളുടെ ജീവിത നിലവാരത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് AI എന്താണെന്ന് മനസ്സിലാക്കുകയും അത് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് പഠിക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു കോഴ്സ് ചെയ്യണമെന്നില്ല. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിലൂടെ ഓൺലൈൻ ടൂളുകൾ ഉപയോഗിച്ച് നോക്കുന്നതും AIയെ മനസ്സിലാക്കാൻ നിങ്ങളെ എളുപ്പത്തിൽ സഹായിക്കും. AI എന്നത് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് പോലെയാണ്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വിഷയമല്ല. ഇതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നമ്മൾ തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ സാധ്യതകളും അവസരങ്ങളുമായിരിക്കും. AIയെ ഒരു ഭീഷണിയായി കാണാതെ ഒരു വലിയ സാധ്യതയായി കാണുക. നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിയാൽ AI നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കുമെന്നതിൽ സംശയമില്ല. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.